Good morning, all. Today we are going to take an essay from the fourth module of our syllabus, written by Satyajit Ray, the renowned filmmaker and well known for his Padir Panchali. The essay is entitled "What is Wrong with Indian Films?" What is wrong with Indian films? ഈ ടൈറ്റിലിൽ പരാമർശിക്കപ്പെടുന്ന പോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ഈ ഉപന്യാസത്തിലൂടെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ എസ്സേ വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിംസ് ബൈ സത്യജിത് റേ. The essay we have to study is taken from the collection of Our Films, Their Films. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അവർ ഫിലിംസ് ദെയർ ഫിലിംസ്. ഈ വർക്കിൽ നിന്നും എടുത്ത ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാൻ നൽകിയിട്ടുള്ളത്. വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിംസ്. ഈ വർക്കിൻ്റെ ടൈറ്റിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഫിലിംസ് ദെയർ ഫിലിംസ്. ഇവിടെ അവർ ഫിലിംസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഫിലിംസിനെയാണ്. ദെയർ ഫിലിംസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇറ്റ് മീൻസ് ഫിലിംസ് ഫ്രം അബ്രോഡ്. സോ ഇവ തമ്മിലുള്ള ഇന്ത്യൻ ഫിലിംസും ഫിലിംസ് ഫ്രം അബ്രോഡ് ഇന്ത്യൻ സിനിമയും വിദേശ സിനിമകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഈ എസ്സേയിലുടനീളം കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചീത്ത വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഫിലിം മേക്കിങ്ങിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് എസ്സേയിലോട്ട് കടക്കാം. വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിംസ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിനോമിനയാണ് ഫിലിം. ഈ ഒരു കോമൺ തിങ് പറഞ്ഞുകൊണ്ടാണ് സത്യജിത് റേ തൻ്റെ എസ്സേ ആരംഭിക്കുന്നത്. ഫിലിം, സിനിമ. സിനിമയെ നമുക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. സോ ഫിലിം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ടോയ് ആണ്. എന്നാൽ ഇവിടെ സത്യജിത് റേ അഭിപ്രായപ്പെടുന്നത് ഒരു മെക്കാനിക്കൽ ടോയ് എന്നതിലുപരി ഫിലിം ഇന്നൊരു പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു വേഴ്സറ്റൈൽ ആർട്ട് ഫോമായി മാറിയിരിക്കുന്നു. അതായത് ഒരു മെക്കാനിക്കൽ ടോയ് എന്നതിലുപരി സിനിമ ഒരു പോർട്ടൻറ്റ് ആൻഡ് വേഴ്സറ്റൈൽ ആർട്ട് ഫോം ആണ് എന്നാണ് സത്യജിത് റേ ഇവിടെ അഭിപ്രായപ്പെടുന്നത്. Okay, next point. It is a creative expression like any other art forms. മറ്റെല്ലാ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് പോലെ തന്നെയും, അതായത് മറ്റെല്ലാ ആർട്ട് ഫോംസ് പോലെ തന്നെയും പെയിൻറ്റിങ്, റൈറ്റിംഗ്, പോയട്രി, മ്യൂസിക് തുടങ്ങിയിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസിനെ പോലെ തന്നെയും സിനിമയും ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ് എന്നാണ് അടുത്തതായി അദ്ദേഹം പറയുന്നത്. മാത്രമല്ല നമുക്കൊരു സിനിമ എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് വ്യത്യസ്ത ആർട്ട് ഫോംസിൻ്റെ ഒരു സംഗമമാണ് സിനിമ. റൈറ്റിംഗ്, മ്യൂസിക്, പെയിൻറ്റിങ്, poetry, even science and architecture,
ഇവയുടെ എല്ലാം സംഗമമായിട്ട് നമുക്കൊരു സിനിമയെ പരിഗണിക്കാം. പക്ഷേ മറ്റ് ആർട്ട് ഫോംസിന് ലഭിക്കുന്ന പരിഗണന പലപ്പോഴും ഫിലിമിന് ലഭിക്കാറില്ല. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ റൈറ്റിംഗ്, മ്യൂസിക്, പെയിൻറ്റിംഗ്, ഡ്രാമ, സയൻസ് ആൻഡ് ആർക്കിടെക്ചർ തുടങ്ങിയ ആർട്ട് ഫോംസിന് നാം നൽകുന്ന തുല്യ പരിഗണന സിനിമയും അർഹിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവയുടെ എല്ലാം ഒരു കൂടിച്ചേരലാണ് ഫിലിം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇവയ്ക്ക് ലഭിക്കുന്ന പരിഗണന സിനിമയ്ക്ക് ലഭിക്കാതെ പോകാറുണ്ട്. സിനിമയെ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനെ, ആക്ടേഴ്സിനെ ജനങ്ങൾ ഒരു അവഗണനാ മനോഭാവത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യാറ്. ഇന്ത്യൻ സിനിമ വിജയകരമാകാത്തതിൻ്റെ ഒരു പ്രൈമറി റീസണായി സത്യജിത് റേ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാരണമാണ്. മറ്റ് ആർട്ട് ഫോംസിന് ലഭിക്കുന്ന പരിഗണന പലപ്പോഴും സിനിമയ്ക്ക് ലഭിക്കാതെ പോകുന്നു എന്ന ഈ കാരണം. ഈ രണ്ട് അഭിപ്രായങ്ങൾക്ക് ശേഷം അദ്ദേഹം എത്തി നിൽക്കുന്നത് മറ്റൊരു പോയിന്റിലാണ്. ഇവിടെ അദ്ദേഹം ഇന്ത്യയിൽ ഒരു മാസം റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ കണക്കാണ് പരിശോധിക്കുന്നത്. അതിനു മുന്നോടിയായി അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ആദ്യത്തെ ഷോർട്ട് ഫിലിം പബ്ലിഷ് ചെയ്തത് 1907 ഇന്ത്യയിൽ ആദ്യത്തെ ഫീച്ചർ ഫിലിം പബ്ലിഷ് ചെയ്യുന്നത് 1913 ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു സിനിമ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ വർഷങ്ങളുടെയും അല്ലെങ്കിൽ മാസങ്ങളുടെയും ഗ്യാപ്പുകൾക്ക് ശേഷമാണ് സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഒരു മാസം തന്നെ നിരവധി സിനിമകളാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ നിരവധി സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും അവയ്ക്കൊന്നും കലാമൂല്യങ്ങളില്ല. മൂല്യങ്ങളുള്ള ഒരു കലാരൂപം, ഒരു ആർട്ട് ഫോം എന്നതിലുപരി സിനിമ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വിനോദത്തിനുള്ള ഒരു ഉപാധി മാത്രമായി മാറിയിരിക്കുകയാണ്. കൂടാതെ സിനിമ ഇന്നൊരു ബിഗ് ബിസിനസ്സായി മാറിയിരിക്കുന്നു എന്നുകൂടെ സത്യജിത് റേ ഈ എസ്സേയിൽ പറയുന്നുണ്ട്. വ്യൂവേഴ്സിനെ രസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കൂടുതൽ ആളുകൾ സിനിമ വാച്ച് ചെയ്യുക, അതിലൂടെ കൂടുതൽ പ്രോഫിറ്റ് നേടുക എന്നതാണ് പല സിനിമകളും റിലീസ് ചെയ്യപ്പെടുന്നതിന് പിന്നിലെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ റിയാലിറ്റി എന്ന പ്രധാനപ്പെട്ട ഘടകം സിനിമകളിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ്. പ്രേക്ഷകനെ രസിപ്പിക്കുന്ന എലമെൻറ്റ്സ് മാത്രം ആഡ് ചെയ്തുകൊണ്ടാണ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതും ഇന്ത്യൻ സിനിമയുടെ അധപതനത്തിൻ്റെ പ്രധാന കാരണമായി സത്യജിത് റേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ എസ്സേയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, by the 20s it had reached the status of big business. 20-ാം നൂറ്റാണ്ടുകളുടെ ആരംഭത്തോടു കൂടി സിനിമ ഒരു ബിഗ് ബിസിനസ്സായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. By the 20s it had reached the status of big business.
നമുക്കറിയാവുന്നതുപോലെ തന്നെ ട്രേഡ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇന്ന് സിനിമ. അത് എല്ലാ രീതിയിലും ഒരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നു. എല്ലാ രീതിയിലും അതൊരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. സിനിമ ഇന്നൊരു ബിഗ് ബിസിനസ്സായി മാറിയിരിക്കുന്നു എന്നാണ് സത്യജിത്ത് റേ പറയുന്ന മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇൻ ദി വേൾഡ്, ഫിലിം പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഈസ് quantitatively second to Hollywood. In the world, film production in India is quantitatively second to Hollywood. ഇവിടെ സത്യജിത്ത് റേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ, ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ ഇന്ത്യൻ സിനിമയെ വിലയിരുത്തുമ്പോൾ അത് ഹോളിവുഡിനോട് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ്ലി ഇന്ത്യൻ സിനിമ ഹോളിവുഡിനോട് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബട്ട് ദ സെയിം കനോട്ട് ബി സെഡ് ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവസ്ഥ മറ്റൊന്നാണ്. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഹോളിവുഡിനോട് 2ാം സ്ഥാനത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ വളരെ പുറകിലാണ് എന്നാണ് സത്യജിത്ത് റേ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ 3 ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്കിതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം ഉന്നയിക്കുന്ന 3 ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. The first question is, why are our films not show abroad? ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫിലിംസ്, അവർ ഫിലിംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫിലിംസ്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിനിമകൾ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടാത്തത്, അതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇതിന് ഉത്തരം എന്നോണം അദ്ദേഹം ചില ഫോൾട്ടുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ നിലനിൽക്കുന്ന ചില ഫോൾട്ടുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഫോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Fault in Indian cinema according to Satyajit Ray. First one, dance sequences with odd people dancing with the same steps. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് സത്യജിത്ത് റേ ഇവിടെ പറയുന്നത്. അതായത് ഒട്ടുമിക്ക സിനിമകൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, അതിലെ ഗാനരംഗങ്ങളിലെല്ലാം ഹീറോയിൻ്റെ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡാൻസ് ചെയ്യുന്നത്, അവർ സെയിം ഡ്രസ്സിൽ സെയിം സ്റ്റെപ്പിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ പ്രധാന കഥാപാത്രങ്ങളുമായി ഒട്ടും ബന്ധമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ കുറച്ച് ആളുകളെ സെയിം സ്റ്റെപ്പിൽ അല്ലെങ്കിൽ സെയിം ഡ്രസ്സിൽ അവതരിപ്പിക്കുന്നതിൻ്റെ അനിവാര്യത എന്താണ് എന്നാണ് സത്യജിത്ത് റേ ചോദിക്കുന്നത്. മാത്രമല്ല അതുപോലെ തന്നെ ആവശ്യത്തിനധികം ഗാനങ്ങളും സിനിമകളിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. സിനിമയിലെ കഥാസന്ദർഭങ്ങളുമായി അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായി
ഒട്ടും ബന്ധമില്ലാത്ത രീതിയിലാണ് ഗാനങ്ങൾ ഉൾപ്പെടുത്താറുള്ളത്. ഇത് ഇന്ത്യൻ സിനിമയുടെ ഒരു ഫോൾട്ടാണെന്നാണ് സത്യജിത് റേ അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡോർ ഷൂട്ടിംഗ് ഓർ ഷൂട്ടിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്. സത്യജിത് റേ ഈ എസ്സേയിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലായും സിനിമകളിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കാനാണ് ഇൻഡോർ ഷൂട്ടിംഗ് ചൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫോറിൻ കൺട്രീസിൽ പോയി ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുക എന്ന പ്രവണത ഇന്ത്യൻ സിനിമയെ നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഫോറിൻ കൺട്രീസിൽ ചിത്രീകരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഗാനരംഗങ്ങൾ സിനിമയെ അവയുടെ യഥാർത്ഥ പ്ലോട്ടിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നുണ്ട്. സോ ഇൻഡോർ ഷൂട്ടിംഗ്, അതായത് ഫോറിൻ കൺട്രീസിൽ പോയി ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുക എന്നത് സിനിമയെ നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, there is no action but melodrama. There is no action but melodrama. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിനിമകളിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും അവതരിപ്പിക്കുന്ന ആക്ടേഴ്സിൻ്റെ അഭിനയം പലപ്പോഴും റിയലിസ്റ്റിക് ആയി തോന്നാറില്ല. അത് കൂടുതൽ എക്സാജറേറ്റഡ് ആയി പോകുന്നുണ്ട്. ചില നടന്മാർ പറയുന്നത് കേൾക്കാറില്ലേ, സിനിമകളിൽ കഥാപാത്രങ്ങളായി അഭിനയിക്കുകയല്ല വേണ്ടത്, മറിച്ച് ജീവിക്കുകയാണ് വേണ്ടതെന്ന്. ഇത്തരത്തിൽ കഥാപാത്രങ്ങളെ അതിൻ്റെ തനിമയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആക്ടേഴ്സിൻ്റെ അഭിനയം ഡ്രമാറ്റിക്കായി മാറുന്നത്. ഇതും ഇന്ത്യൻ സിനിമയുടെ മറ്റൊരു ഫോൾട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഫോർത്ത് വൺ, ക്ലീഷേസ് ഹാവ് ബീൻ പ്രിസേർവ്ഡ്. ക്ലീഷേ, നമുക്കറിയാം, ഉപയോഗിച്ചു തേഞ്ഞ പദങ്ങളെയാണ് നമ്മൾ ക്ലീഷേ എന്ന് പറയാറ്. അതുപോലെ തന്നെ സിനിമയിൽ പുതുതായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പല സിനിമകളും മറ്റു ചില സിനിമകളുടെ തനിയാവർത്തനങ്ങളാകാറുണ്ട്. പ്ലോട്ട്, സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് തുടങ്ങിയവയിലൊന്നും ഒരു പുതുമയും ഇല്ലാത്ത വെറും തനിയാവർത്തനങ്ങൾ. ഇത്തരത്തിലുള്ള ക്ലീഷേഴ്സ് ഇന്ത്യൻ സിനിമയുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്നുണ്ട്. സിനിമകൾ എപ്പോഴും റിയാലിറ്റിയോടൊപ്പം നൊവൽറ്റിയും സൃഷ്ടിക്കുന്നവയായിരിക്കണം. സോ ഒരു പുതുമകളും സൃഷ്ടിക്കാതെ ക്ലീഷേകൾ പ്രിസർവ് ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യൻ സിനിമയുടെ മറ്റൊരു ഫോൾട്ട്. നെക്സ്റ്റ് പോയിന്റ്, there is no adequate planning. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിനൊരു അഡിക്വേറ്റ് പ്ലാനിങ് ഉണ്ടാക്കുക എന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ പലപ്പോഴും സിനിമകൾ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനൊരു അഡിക്വേറ്റ് പ്ലാനിങ് ഉണ്ടാകാറില്ല. എന്തിനധികം ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെയാണ് പല സിനിമകളും നിർമ്മിക്കാനായിട്ട് തുടങ്ങാറ്. ദാറ്റ് ബേസ്ഡ് ഓൺ സം ബേസ്ലെസ് സ്റ്റോറീസ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സിനിമകൾ പലപ്പോഴും മറ്റ് സിനിമകളുടെ തനിയാവർത്തനങ്ങളായി മാറാറുമുണ്ട്. സോ മേക്ക് ഫ്രം വാട്ട് എവർ ഈസ് അവൈലബിൾ. നമുക്ക് ചുറ്റും എന്താണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് ഒരു സിനിമ തട്ടിക്കൂട്ടുക എന്നതിലുപരി ഒരു അഡിക്വേറ്റ് പ്ലാനോട് കൂടിയിട്ട് നല്ലൊരു സിനിമ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമുക്ക് വേണ്ടത്. സോ സിനിമയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസ് എന്ന് പറയുന്നത്
ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അഡിക്വേറ്റ് പ്ലാനിംഗ് ആണ്. ലാസ്റ്റ് പോയിന്റ്, there is no connection between reality and cinema. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യമാണിത്. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിനിമകളും റിയൽ ലൈഫ് സിറ്റുവേഷൻസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല. ജനങ്ങളെയും അല്ലെങ്കിൽ ജനജീവിതങ്ങളെയും ഒട്ടും ബന്ധിപ്പിക്കാത്ത രീതിയിലുള്ള കഥാവിഷ്കാരമാണ് പല സിനിമകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇൻ ഫിലിംസ് there is no connection between man and reality. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, there is no connection between plot of the film and human life. Once again, ഫിലിം റിയാലിറ്റിയുടെ ആവിഷ്കാരങ്ങളായിരിക്കണം. ഇന്ത്യൻ ലൈഫ് സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലോട്ടുകളാണ് സിനിമകൾക്ക് ആധാരമാവേണ്ടത്. അപ്പോഴാണ് ആ സിനിമകൾ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമാകുന്നത്. സോ നമ്മുടെ പോയിന്റ് ഇതായിരുന്നു, there is no connection between reality and cinema. സിനിമകൾ റിയാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യണം എന്നതാണ് സത്യജിത് റേയുടെ പക്ഷം. നമ്മൾ ഇത്രയും നേരവും ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിനിമകൾ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടാത്തത് എന്ന ചോദ്യത്തിനുള്ള വിശദീകരണങ്ങളായിരുന്നു. ഇന്ത്യൻ സിനിമകൾക്ക് ചില ഫോൾട്ടുകളുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യൻ സിനിമകൾ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കാത്തത് എന്നാണ് സത്യജിത് റേ പറയുന്നത്. ആ ഫോൾട്ടുകൾ ഏതൊക്കെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സത്യജിത് റേ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഫോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി സമ്മപ്പ് ചെയ്യുകയാണ്. ഫോൾട്ട് ഇൻ ഇന്ത്യൻ സിനിമ അക്കോർഡിംഗ് ടു റേ. ഫസ്റ്റ് വൺ, ഡാൻസ് സീക്വൻസസ് വിത്ത് odd people dancing with the same steps. Indoor shooting or shooting in foreign countries. There is no action but melodrama. Clichés have been preserved. There is no adequate planning and no connection between reality and cinema. ഇത്രയാണ് ഇന്ത്യൻ സിനിമയുടെ ഫോൾട്ടുകളായി സത്യജിത് റേ എടുത്തു പറയുന്നത്. സത്യജിത് റേ തൻ്റെ എസ്സേയിൽ ഉന്നയിച്ച 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മളിപ്പോൾ നൽകിയത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.